തമിഴ്നാട്ടിൽ സർക്കാർ കേബിൾ നെറ്റ്വർക്കിൽ നിന്ന് 3 ചാനലുകളെ വിലക്കി. പോളിമർ, ന്യൂസ് തമിഴ്, തമിഴ് ജനം എന്നീ ചാനലുകൾക്കാണ് വിലക്ക്. സർക്കാരിനെതിരായ വിമർശനത്തെ തുടർന്നാണ് നടപടിയെന്നാണ് ആരോപണം. എന്നാൽ സാങ്കേതിക തകരാർ എന്ന് സർക്കാർ വിശദീകരിക്കുന്നു. മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മനേഷ്, യഥാർത്ഥത്തിൽ എന്താണ് ഇത്? മനേഷ്, ഉന്മേഷം 3 ചാനലുകൾ, അതായത് പോളിമർ ന്യൂസ് തമിഴ്, അതുപോലെ തന്നെ ജനം തമിഴ്, ഈ 3 ചാനലുകളെയാണ് നിലവിൽ വിലക്കിയിരിക്കുന്നത്. ഈ ചാനൽ ഉടമകൾ അല്ലെങ്കിൽ ചാനലിന്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള വാർത്തകൾ നൽകിയിരുന്നു. ഇതിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ്. പക്ഷേ സർക്കാർ വിശദീകരിക്കുന്ന ഇതാണ്, സാങ്കേതിക പ്രശ്നമാണ്, സെറ്റ് ടോപ്പ് ബോക്സുകളിലുള്ള തകരാറാണ്, അത് പരിഹരിച്ചു വരുന്നു എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. എന്തായാലും വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. സർക്കാരിനെ വിമർശിക്കുന്നവരെ വായടപ്പിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സി ജോസഫ് തുടരുന്നത്. കഴിഞ്ഞ തവണ ഡൽഹിയിൽ പോയപ്പോൾ മാധ്യമങ്ങളെ കാണുന്നില്ലേ എന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതുകൊണ്ട് ആ ചാനൽ അല്പസമയത്തേക്ക് ഈ സർക്കാർ കേബിൾ വിഷനിൽ നിന്ന് മാറ്റുന്ന ഒരു നിലയുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്കാണ് പോകുന്നത് എന്ന രീതിയിലാണ് എന്തായാലും DMK-യുടെ ഭാഗത്തു നിന്നാണെങ്കിലും BJP-യുടെ ഒക്കെ ഭാഗത്തു നിന്നും DMK-യുടെ ഭാഗത്തു നിന്നും ഒക്കെ കടുത്ത വിമർശനങ്ങൾ എന്തായാലും വരുന്നുണ്ട്. പക്ഷേ സാങ്കേതിക പ്രശ്നമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. മനേഷ് മൂർത്തി, ചെന്നൈയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.